ഡിസിപ്ലിനെയൊക്കെ അത് ബാധിക്കും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ മാത്രം ഈ ഒരു ഹാളിലേക്ക് എന്ന് ഇരിക്കുക. ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവരും. ഇല്ല, ഒച്ചയില്ലല്ലോ, ശബ്ദത്തോടെ ഒരു ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാ മക്കളും +2 വരെ എത്തണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പം തന്നെ. അതുപോലെ മറ്റു നമുക്കറിയാം, നമ്മുടെ സ്കൂള് പഠന രംഗത്ത് മാത്രമല്ല, പഠനേതര രംഗത്തെല്ലാം ഏറ്റവും പ്രശസ്തിയുള്ള, ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ നിലയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഒരു നല്ല അധ്യയന വർഷം എല്ലാ മിടുക്കന്മാർക്കും മെഡിക്കലുകൾക്കും ഉണ്ടാകും. നമ്മുടെ ഡെപ്യൂട്ടി HM സതീഷ് ബാബു സർ, നേരത്തെ സർ കഴിഞ്ഞ 3 വർഷം PTA പ്രസിഡന്റ് എന്ന നിലയിൽ, സ്റ്റാഫ് സെക്രട്ടറി ഗവേഷണോത്സവ ചുമതല ഉണ്ടായിരുന്നത് നമ്മുടെ അർച്ചന ടീച്ചറുടെ നേതൃത്വത്തിലാണ്. ടീച്ചറെയും LP വിഭാഗത്തിലെ എല്ലാവരെയും, ശാലിനി ടീച്ചറെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA ഫാറൂഖ് സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട HM ടീച്ചർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട മാസ്റ്റർ, ബുഹാരി വാർഡ് മെമ്പർ ഷബ്ന മാരി, SNC ചെയർമാൻ ഷിജു, ജനാർദ്ദൻ മാസ്റ്റർ, PS ശിവദാസ് റിക്കാവ്, കഴിഞ്ഞ വർഷത്തെ അക്കാദമിക വർഷത്തെ പരീക്ഷാ ഫലങ്ങളും അതുപോലെ തന്നെ കായികമേളകളും ഉത്സവങ്ങളും ഒക്കെ തന്നെ, ആഘോഷങ്ങളൊക്കെ തന്നെ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും അവഗണിക്കാനാവാത്ത, അല്ലെങ്കിൽ മുൻപന്തിയിൽ തന്നെ ഉള്ള ഒരു നാമമാണ് തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രിയപ്പെട്ട കുട്ടികളെ, വേദിയിലിരിക്കുന്ന HM, പ്രിൻസിപ്പൽ, മാനേജർ, PTA പ്രസിഡന്റ്, നമ്മുടെ വാർഡ് മെമ്പർമാർ, മറ്റ് വിശിഷ്ട കുട്ടികളെ, നമ്മുടെ കുട്ടികളെ നിങ്ങൾ ഇവിടെ ചേർത്തത് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. ഞാൻ ഇന്നലെ വരെ സ്കൂളിലായിരുന്നു. കഴിഞ്ഞ മാർച്ച് 9-നാണ് പോയി. തിരിഞ്ഞു എന്നുള്ളത് തോന്നാൻ ഇന്ന് ഞാനിവിടെ വരണ്ടായിരുന്നു. എന്നിട്ടെങ്കിലും എനിക്ക് തോന്നേണ്ടത്, കാരണം നാളെ മുതൽ ഞാൻ സ്കൂളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. തിരിഞ്ഞു എന്നുള്ള തോന്നലുണ്ടാക്കാൻ സമസ്യയുണ്ട്. സ്കൂള് എൻ്റെ അഭിപ്രായത്തിൽ വളരെ, എനിക്ക് പറയാൻ പുറത്ത് വളരെ നല്ല സെക്ഷൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കാൻ സന്നദ്ധരായ, അതിന് കഴിവുള്ളവരുമായ ഒരുപാട് അധ്യാപക പ്രശ്നങ്ങളാണ്. അത് അതിനുള്ളിൽ നൃത്തം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ. വെരി ഗുഡ്. പിന്നെ നാടകം അഭിനയിക്കാൻ
റീഡൊക്കെ ചെയ്യുന്നത് അതില്ല നിങ്ങൾ അല്ലേ? നിങ്ങൾ മൊബൈൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഓരോ വെരി ഗുഡ്. വെറും പഠനത്തിൽ മാത്രം അല്ലേ? അങ്ങനെ മാത്രം പോവാതിരിക്കാൻ വേണ്ടി കൂടിയുള്ളൊരു കാഴ്ചപ്പാട്. എന്തായാലും അതിനെ നല്ല രീതിയിൽ സ്വീകരിക്കണമെന്നും നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നേടാൻ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ സ്മാർട്ട് മാസ്റ്റർ HM വിജിത ടീച്ചർ, മാനേജർ ജനാർദ്ദന മാസ്റ്റർ, മാനേജർ കമ്മിറ്റി മെമ്പർ ശശിയേട്ടൻ, PTA പ്രസിഡന്റ് ഫാറൂഖ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ, ഷിജു, വാർഡ് മെമ്പർമാരായ വിജയൻ കണ്ടഞ്ചേരി, ഷെബിന, അധ്യാപക പ്രതിനിധിയായ ബൈജു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചുകുട്ടികൾ, നമ്മളിന്ന് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. ജൂൺ 2-ാം തീയതി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായി ഒരു വിദ്യാലയത്തിൽ, ഒരു നഴ്സറിയിൽ കാലെടുത്ത് വെച്ച ദിവസം. പ്രകൃതി പോലും നിങ്ങൾക്ക് അനുകൂലമാണ്. കുറേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള മഴ നമ്മളാരും വിചാരിച്ചിട്ടില്ല ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുമെന്ന്. നിങ്ങളും ആഗ്രഹിച്ചത് അതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് വെക്കേഷൻ അല്ലെങ്കിൽ കളിച്ച് തീർന്നിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടിയാൽ നമുക്ക് കുറച്ചും കൂടി കളിക്കാനോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും മക്കളായ നിങ്ങൾക്കൊക്കെ. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. നല്ല വെയിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റൂല. എന്തായാലും എല്ലാ മക്കൾക്കും പുതിയൊരു അധ്യയന വർഷം ആശംസിക്കുകയും ആരാണ് ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവും. ചിലർ പറയും ടീച്ചറായാൽ മതി, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അതേപോലെയുള്ള പല ആഗ്രഹങ്ങളും നിങ്ങളുടെ അടുത്തുണ്ടാവും. അതൊക്കെ സാക്ഷാത്കരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സാധിക്കും. ശ്രീ കെ ഫാറൂഖ്, പ്രിയപ്പെട്ട HM ടീച്ചർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ ഉസ്മാൻ മാസ്റ്റർ, ശ്രീ ശിവദാസ് കൊലിക്കാവ്, എൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീമതി ഷബന ഉമ്മാരി, PTA വൈസ് പ്രസിഡന്റ് ശ്രീ മുസ്തഫ, മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ശശിയേട്ടൻ, പ്രിയമുള്ള രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 3 ലക്ഷത്തോളം വരുന്ന കുരുന്നുകൾ അക്ഷരമുഖത്തേക്ക് കുറച്ച് കാലത്തോടെ കടന്നു വരികയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം സ്നേഹോഷ്മളമായ അഭിവാദ്യം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറ്റേ പ്രിയപ്പെട്ട എൻ്റെ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മറ്റേ പ്രിയപ്പെട്ട പൂമ്പാറ്റകളെ, നല്ല ഭംഗിയുണ്ട്. എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആരെങ്കിലും സ്കൂളിലേക്ക് വരുമ്പോൾ കരഞ്ഞോ? കരയരുതൊട്ടോ. സ്കൂളിലേക്ക് വരുമ്പോൾ മടിയൊന്നും വിചാരിക്കരുത്. നല്ല മക്കളായി രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് സുന്ദരികളും സുന്ദരന്മാരായിട്ട് സ്കൂളിൽ വരണം. നമുക്ക് ഇവിടെ ഉള്ളത് നല്ല ടീച്ചേഴ്സാണുള്ളത്. ടീച്ചേഴ്സ് കഥകളും പാട്ടുകളും ഒക്കെ പഠിപ്പിച്ചു തരും. അപ്പം എല്ലാം പഠിച്ച് നല്ല മക്കളായി നാടിനും വീടിനൊക്കെ ഗുണമുള്ള നല്ല മക്കളായി വളരണം കേട്ടോ. അപ്പം നമുക്ക് പഠിച്ച ടീച്ചേഴ്സ് ഡോക്ടർമാര് എഞ്ചിനീയർമാരൊക്കെ ആവണ്ടേ? അതിൻ്റെ കൂടെ നല്ലൊരു കർഷകനും കൂടെ ആവണം കേട്ടോ. നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ അടുക്കള തോട്ടം ഉണ്ടാക്കല്ലേ? അതിൽ നമ്മളും പങ്കു ചേരണം കേട്ടോ. കുഞ്ഞി കറിവേപ്പില തൈകളും പച്ചമുളക് തൈകളും തക്കാളി തൈകളൊക്കെ വെക്കണ്ടേ? മണ്ണിൽ കുറച്ചൊക്കെ കളിക്കണം. അമ്മമാരെ കൂടെ കൂടിയിട്ട് ചെയ്ത് വളരണം കേട്ടോ. അപ്പൊ നമുക്ക് നല്ല പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി നല്ല ഫുഡും കഴിക്കാം, മരുന്നടിക്കാതെ. അപ്പോൾ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. തിരുവങ്ങൂർ ഹൈസ്കൂളിൽ തുടങ്ങിയത് മുതൽ തന്നെ എല്ലാ രംഗത്തും ഈ വിദ്യാലയത്തിന്
എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വരുന്ന എല്ലാവരെയും ആദ്യമായി ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. തിരുവങ്ങൂർ ഹൈസ്കൂളിൽ തുടക്കത്തിൽ തന്നെ വിദ്യാലയത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന നാട്ടുകാർക്കും പിന്നെ പ്രത്യേകിച്ച് തിരുവങ്ങൂർ ഹൈസ്കൂളിലെ അധ്യാപകന്മാർക്കും സഹപ്രവർത്തകർക്കും എല്ലാവരെയും നന്ദിപൂർവ്വം ഞങ്ങൾ സ്മരിക്കുകയാണ്. എല്ലാ രംഗത്തും സജീവ സാന്നിധ്യമായി അവരുടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തിരുവങ്ങൂർ ഹൈസ്കൂളിൽ എല്ലാ രംഗത്തും മികച്ച വിജയം നേടാൻ ഞങ്ങളെ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യാലയത്തിന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ എല്ലാം പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘുഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വലിയൊരു സ്വാതന്ത്ര്യമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാലയം ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ള വർഷമാണ്. ഈ വിദ്യാലയത്തിൻ്റെ 100ാം വാർഷികമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും ഈ വർഷം ആഘോഷിക്കപ്പെടുകയാണ്. ഈ അധ്യയന വർഷത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എല്ലാവിധ ഭാവങ്ങളും ഐശ്വര്യങ്ങളും നൽകുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതിയ അധ്യയന വർഷത്തിൽ അക്ഷരലോകത്തിലേക്ക് കൈപിടിച്ചുയർന്ന് വരുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഈ അധ്യയന വർഷത്തിൽ പഠനോത്സവത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, രക്ഷിതാക്കളെ, വേദിയിലും സദസ്സിലുള്ളവർക്കും മാന്യവ്യക്തികൾ, വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ പ്രിയമുള്ളവരെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം മക്കൾ സമ്മാനം വാങ്ങാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ശിവസമാഷ ക്ലാസ് ഉണ്ട്. എന്തായാലും ഒരൊറ്റ കാര്യം മാത്രം, അതായത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഈ വർഷം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് ഒക്കെ തന്നെ മിനിമം മാർക്കുണ്ടെങ്കിൽ മാത്രമേ പാസ്സാക്കൂ. കഴിഞ്ഞ വർഷം വരെ ഓൾ പാസ് ആയിരുന്നു. ഇനിയും 30% കുറഞ്ഞ മാർക്ക് വാങ്ങുന്നവരെ പാസ്സാകുന്നതല്ല. ആ രീതിയിൽ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. മോസസ്, മുഹമ്മദ് റീഹാൻ, ജസ മെഹറിൻ, ഐറിൻ മറിയം ജെയിംസ്, ഹാർവിൻ, ആയിഷ, ജാൻ, കൃതിക. LKG കുട്ടികളായിട്ടുള്ള റയാൻ കൃഷ്ണ, സ്വാതിക് സുമേഷ്, നമസ്യ, ഐമൻ ഹാത്തിബ്, ഐറ സൈനബ്, മിർസാൻ, മുഹമ്മദ് അലിസാൻ, ആലിയ, ജാൻവിക, ദേവദത്ത്, ദേവമന്ത്ര, അമയ മോസസ്, മുഹമ്മദ് റീഹാൻ, ജസ മെഹറിൻ, ഐറിൻ മറിയം ജെയിംസ്, ഹാർവിൻ, ആയിഷ ഇസ, ജാൻവി, അദർവ്, മുഹമ്മദ് ഷെസിൻ, പൃഥ്വി, ദൈഷ്, കൃതിക. ആയിഷ കെ, എഡ്വിൻ ക്രിഷ്, ഇവാൻ അഹമ്മദ് മനാഫ്, ഇബ്രാഹിം ഉമർ, മൽഹ ഫാത്തിമ, മുഹമ്മദ് അലിസിൻ, മുഹമ്മദ് ഹൈസൻ, വാസിം സമൻ, അയാൻ, ഇഷാനി. ഇത്രയും പുതിയ കുട്ടികളാണ് UKG-യിലുള്ളത്. അദ്വിൻ, അജയ്,
ശ്രീവിദ്യ, ശ്രീവിദ്യ, വൈകാലക്ഷ്മി, ഇനയ ഹൈസ, ആദിൽ കൃഷ്ണ, ആയിഷ പി, ഇനയ ഹംസ, ആദിൽ മുഹമ്മദ്. അടുത്തതായി ഉപഹാര സമർപ്പണം നടത്തുന്നു SMC ചെയർമാൻ ശ്രീ ഷിജു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ഉസ്മാൻ മാസ്റ്റർക്ക് സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിൽ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഔപചാരികതയുടെ പേരിൽ PTA പ്രസിഡന്റ് ഫാറൂഖ് സർ, ഷെറീൻ ടീച്ചർ, വിജിത ടീച്ചർ, ജനാർദ്ദന മാസ്റ്റർ, ഷിജു സർ, ശശികേട്ടൻ, സതീഷ് ബാബു സർ, വാർഡ് മെമ്പർമാരായ വിജയൻ ഖാനശ്ശേരി, അതുപോലെ ഷർമാരി, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത കൊച്ചു കൂട്ടുകാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്രിയ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല കയ്യടിയോടുകൂടി സ്വീകരിക്കാം. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒറ്റ വാക്കിൽ നമുക്ക് സമയമില്ലല്ലോ. പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും, ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൊച്ചു കുട്ടികളെ, വേണ്ട പൂക്കിയാൽ മതി. കൊട കിട്ടിയല്ലോ. നീ ഞാൻ റെഡി 1 2 3 എന്ന് പറയുമ്പോൾ തുറക്കുമോ? അഴിച്ചു വെച്ചു കേട്ടോ, അഴിച്ചു വെച്ചു. മക്കൾ തന്നെ തുറന്നാൽ മതി, രക്ഷിതാക്കൾ തുറന്നോക്കേ വേണ്ട. നിങ്ങൾ ആദ്യ പാഠത്താണ്, അവരെ കോൺഫിഡൻസ് ആണ് പ്രിയപ്പെട്ടത്. നിങ്ങളൊന്നും ചെയ്തു കൊടുക്കരുത് കേട്ടോ. അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, റെഡി 1 2 3. റെഡി 1 2 3 പറയുമ്പോൾ അടക്കിയോ? റെഡി 1 2 3. അടയ്ക്കാൻ അറിയില്ലല്ലേ? ശരി, ഇനി തുറന്നോ. റെഡി 1 2 3. ആഹാ, എന്ത് രസ. നീ ഒന്ന് നോക്കിയേ, പിന്നിലോട്ടൊന്ന് നോക്കിയേ. നിങ്ങൾ കൊടകൾ കണ്ടോ? കൊടകൾ നാട്ടി കളിക്കില്ലേ? ഓ, എന്ത് രസ അല്ലേ. ഇനി നിങ്ങൾ രക്ഷിതാക്കളൊരു കാര്യം ചെയ്യാമോ? ഞാൻ 1 എന്ന് പറയുമ്പോ ഈ വിരലെടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ മുട്ടിക്കളിക്കോ. കണ്ടിന്യൂസ് 1. രക്ഷിതാക്കൾക്ക് ശബ്ദമില്ലേ? 1 2 പറയുമ്പോൾ 2 വിരലെടുക്കണേ. 2 3. എവിടെ കണ്ടിന്യൂസ് അടിക്കൂ. 4 4 5. നല്ല മഴയില്ലേ? താങ്ക് യു. ഇനി ഞാൻ പാട്ട് പാടട്ടെ. കൂട 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 മഞ്ഞക്കൂട. മഞ്ഞ മാത്രം കാണട്ടെ. കൂട 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 മഞ്ഞക്കൂട, തുള്ളിക്കളിക്കും മഞ്ഞക്കൂട. അപ്പൊ മഞ്ഞക്കൂട മാത്രം തുള്ളണേ. എങ്ങനെ തുള്ള? മഞ്ഞക്കൂട മാത്രം തുറക്ക്. എല്ലാവരും തുറക്ക്. രസം നല്ല കാണാൻ എല്ലാവരും കൂടെ തുറക്ക്. ബാക്കിലുള്ള ഡെസ്കിനകത്ത് കയറിയോ? കുട്ടികൾക്ക് ഒന്നുമില്ല, ഒന്നും പ്രശ്നമില്ല, മകളിൽ പൊക്കില്ല. എല്ലാവരും ഡെസ്കിൽ കയറിയോ? രക്ഷിതാക്കളൊന്നും കൈവെക്കണേ. യെസ്, എന്ത് രസ കാണാൻ. എല്ലോട കൂട മഞ്ഞക്കൂട, ആടിക്കളിക്കും മഞ്ഞക്കൂട. അടിക്കാടിക്ക. മഞ്ഞ മാത്രം, മഞ്ഞ മാത്രാണോ? നമുക്ക് കുറെ നിറങ്ങളുണ്ട് ഇല്ലേ? മഞ്ഞയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, വയലറ്റ് ഉണ്ട്, പിസ്ത കളറുണ്ട്. ഇതൊക്കെ കളറാ. അപ്പൊ മഞ്ഞ മാത്രാണല്ലേ. കൂട 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 മഞ്ഞക്കൂട, ആടിക്കളിക്കും മഞ്ഞക്കൂട. എന്നിട്ട് അപ്പൊ മഞ്ഞയുള്ളവര്
ഹഹന്ന് പാടണേ. കൂട കൂട എന്റെ കൂട ആടികളിക്കും എന്റെ കൂട ചേർന്നു നനച്ചു വളർത്തും കോഴികള് കോഴികളിരിക്കുമ്പം പാമ്പുകള് വെന്റിരിക്കുമ്പം മുള്ളം മക്കള് മുള്ളും കൊണ്ട് കിളിയെ കുത്താമ്പായും എങ്ങനെ പറയൂ നമ്മുടെ മഴവിൽ കിളികൾ തൊടിയിൽ ചേർന്നു പറന്നീരും കോഴിങ്ങി കോഴിന്റെ സ്കൂളിൽ പോയാലേ പാമ്പങ്ങ് പാമ്പിന്റെ സ്കൂളിൽ പോയാലേ മുള്ളം പന്നി വെറുപ്പ് പഠിക്കാൻ മുള്ളന്റെ സ്കൂളിൽ പോയാൽ എങ്ങനെ നമ്മൾ മഴവിൽ കിളികൾ തൊടിയിൽ ചേർന്നു നനച്ചു വളർത്തും കോഴികള് പാമ്പിന്റെ ഒപ്പം കൂടുമ്പം പാമ്പേളി കോഴിന്റെ പങ്ങാടുമ്പം മുള്ളം മക്കള് പാടുമ്പല്ലേ കോഴി നിന്നുടെ തൊടിയിൽ പൂത്തുകളിർത്തിയിടും കോഴങ്ങി കോഴേ പാമ്പങ്ങേ പാമ്പിന്റെ സ്കൂളിൽ പോയാലേ മുള്ളം പന്നികൾ പോലിക്കാൻ മുള്ളന്റെ സ്കൂളിൽ പോയാൽ ഇങ്ങനെ നമ്മൾ മഴയിൽ ചെടികൾ തൊടിയിൽ ചേർന്ന് വരച്ചവർ കോഴിങ്ങേ കോഴിന്റെ സ്കൂളിൽ പോയാലേ പാമ്പങ്ങേ പാമ്പിന്റെ സ്കൂളിൽ പോയാല് ഉള്ളം പന്നികൾ പോലിക്കാൻ മുള്ളന്റെ സ്കൂളിൽ പോയാൽ ഇങ്ങനെ നമ്മൾ മഴയിൽ ചെടികൾ തൊടിയിൽ ചേർന്ന് വരച്ച് വളർത്തും. അവരൊരു കാര്യം മാത്രം ഓർക്കുക, ഇതൊരു മഴവില്ലിന്റെ വിദ്യാലയമാണ്. നമ്മൾ വൈജാത്യങ്ങളുടെ വ്യത്യാസങ്ങളില്ല. നമ്മളെല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ കൂടിപ്പിടിക്കേണ്ട പബ്ലിക് പൊതുജനത്തിന്റെ ബെഞ്ചിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാ വിജയങ്ങളും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നല്ല മനുഷ്യരായിട്ട് വളരട്ടെ എന്ന ആശംസയോട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. പ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ പ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിയ ചരിത്രമെഴുതിയ നാളുകളിൽ ശാസ്ത്രമൊരുക്കും നവതാരിക പാടിയ കവിതകളിൽ സമത്വം സ്വതന്ത്രഭൂമി ചരിത്രമെഴുതിയ നാളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ശാരിക പാടിയ കവിതകളിൽ നമുക്ക് മരുവിൻ കൊണ്ടുവലികൾ നെയ്തിടാം ഏകതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ. പ്രകൃതി പകർന്നെത്തിയ വിത്തുകളായി കേരളമണ്ണിൽ കവിയൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. പ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കവിയൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. ചിറകുകളറിയാം ലഹരിക്കെതിരായി കൈകോർക്കാം. അനാലയങ്ങളിൽ നിന്നു തുടങ്ങി